ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ഫസ്റ്റ് വ്ളോഗ്. എനിക്ക് വ്ളോഗ് എടുത്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇന്നൊരു കാഷ്വൽ ഒരു ഓഫ് ഡേ ആണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ലാണ്ട് ഞാനിങ്ങനെ വെറുതെ ഇരിക്കണമായിരുന്നു. ഞാനോടത്ത് ഒരു വ്ളോഗ് ചെയ്യാമെന്ന്. ബിക്കോസ് ഒരു ചെറിയ കാര്യം എനിക്ക് ചെയ്യാൻ തോന്നി. നാട്ടിൽ നിന്നൊക്കെ UK വന്നപ്പോൾ ഞാനോടത്ത് ഒറ്റപ്പെടലായിരിക്കും, ആരും ഉണ്ടാകില്ല അങ്ങനെയൊക്കെ വിചാരിച്ച് വന്ന എനിക്ക് ഇവിടെ കുറേ നല്ല റിലേഷൻഷിപ്സ്, കുറേ നല്ല ഫ്രണ്ട്ഷിപ്സ്, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അങ്ങനെ കുറേ പേരിനെയൊക്കെ കിട്ടി. അതിലെനിക്ക് ഏറ്റവും വൺ ഓഫ് മൈ ഫേവറേറ്റ് ഒരു പേഴ്സണാണ് കുഡോ എന്ന് പറയുന്ന തസ്നി ഹുസൻ എന്നാ പേര്. കുഡോ ഞങ്ങളുടെ റൂംമേറ്റാണ്. റൂംമേറ്റ് അല്ല, അപ്പുറത്തെ റൂമിലുള്ള ചേച്ചിയാണ്. എന്നെ ടേക്ക് കെയർ ചെയ്യുന്നത് ആസ് ഒരു കുഞ്ഞു ബേബീനെ പോലെയാണ്. ഒരു ബേബി സിസ്റ്റർ, ഒരു അങ്ങനത്തെ ഒരു വൈബിലാണ് എനിക്ക് എന്നെ ടേക്ക് കെയർ ചെയ്യുന്നത്. പനി വരുമ്പോൾ എൻ്റെ അമ്മ എങ്ങനെ എന്നെ ടേക്ക് കെയർ. എനിക്ക് ഒരാഴ്ച മുമ്പ് ഒട്ടും വയ്യായിരുന്നു. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് കുറച്ച് ശോകമായിരുന്നു. അപ്പോഴൊക്കെ എന്നെ ഭയങ്കര വന്നൊരു അമ്മ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നത്, അതുപോലെ എന്നെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് നടക്കുന്നത്. പിന്നെ വന്നപ്പോൾ തന്നെ വരുമ്പോഴൊക്കെ ഫുഡ് ഉണ്ടാക്കി തരും. ലൈക്ക് എന്താ പറയുക, എൻ്റെ ഒരു ചേച്ചിക്കുട്ടി അങ്ങനെ. ഇന്ന് ഞാൻ ഓർത്ത് നൊയമ്പാണ്. അപ്പോൾ പുള്ളിക്കാർ ജോലിക്ക് പോയേക്കാണ്. നോർമലി എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോയി കഴിഞ്ഞ് വന്നിട്ട് ഒറ്റയ്ക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നൊയമ്പ് തുറക്കുക, ആ ഒരു സീനാണ്. അപ്പോൾ ഇന്ന് എനിക്ക് എന്തായാലും ഓഫ് ഡേ ആണ്. അപ്പോൾ ഞാൻ ഓർത്തു ഒരു ചെറിയത് എന്നെക്കൊണ്ടാവുന്ന പോലെ ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒരു നൊയമ്പ് തുറ സെറ്റാക്കാമെന്നാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എത്രത്തോളം അടിപൊളിയാകുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം ഞാൻ കുളിച്ച് റെഡിയായിട്ട് ഓടി വരാം. അങ്ങനെ ഞാൻ റെഡിയായി കഴിഞ്ഞു, പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇപ്പം ഞാൻ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി മാളിൽ വന്നേക്കാണ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്ത് മേടിക്കണം, എന്ത് വെക്കണം, അങ്ങനെ ഒന്നും. എന്തായാലും ബജ്ജി നമ്മുടെ ലിസ്റ്റിലുണ്ട്. ബാക്കി എന്തൊക്കെ നോക്കാം. മാളിൽ ചെന്നിട്ട് എന്താ തോന്നുന്നത് അതുപോലെ ചെയ്യാമെന്നാണ് ഇപ്പം എൻ്റെ ഒരു പ്ലാനിങ്. ഞാനിങ്ങനെ മാളിൽ കൂടെ നടന്നപ്പോൾ എനിക്കൊരു കാർഡ് കൊടുക്കാൻ തോന്നി. അപ്പം ഞാനൊരു താങ്ക് യു കാർഡ് എടുക്കാമെന്നിങ്ങനെ ഓർക്കുന്നു. കൊള്ളാം അല്ലേ? ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ വന്നു. ജസ്റ്റ് എഗ്ഗ്, പൈനാപ്പിൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തി. ഞാൻ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഫ്ലേവർ ആൻഡ് ഒരു കാർഡ് മേടിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, എനിക്കെന്തോ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൂടുതൽ ഓർമ്മ വന്നു. യെസ്, നമുക്കിനി കറക്റ്റ് 1 hour ഉള്ളൂ. അതിനുള്ളിൽ നമുക്ക് പടയപ്പെട്ട സാധനങ്ങളെല്ലാം ചെയ്ത് വെക്കാം. ഞാൻ നോക്കുന്നത് എൻ്റെ റൂമിൽ തന്നെ ടേബിൾ സെറ്റ് ചെയ്യാമെന്നാണ്. എനിക്ക് വയ്യ, കോൾഡാണ്, അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. കൂടോ തുറക്കാനേ പാടില്ല കേട്ടോ. ഇന്നാ തുറന്നു. ചിരിക്കണോ? കുട്ടിക്ക് കാർഡോ എന്ത് പൊന്നേ. താങ്ക് യു ഫോർ കെയറിംഗ്. The way you care yourself and stood by your decisions. കൂടെ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, കുറേ സന്തോഷായി. ആദ്യമായിട്ട് ഒരാളിങ്ങനെ എനിക്ക് തന്നത്. അയ്യോ, ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഭയങ്കര സന്തോഷം. Are you happy? ഒരുപാട് ഹാപ്പി, ഒരുപാട് ഇത്രേ ഹാപ്പി. Thank you, baby. Today, baby,
ഹായ് ഗായ്. അപ്പോൾ ഇവിടെ നിന്നൊരു വെട്ടം വരുന്നുണ്ട്, ഇഗ്നോർ ഇറ്റ്. യെസ്, അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം വളരെ അടിപൊളിയായിട്ട് നടന്നു. ഐ എം സോ ഹാപ്പി. കൂടെ എനിക്ക് ആരാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനിലാണെങ്കിൽ ഷീസ് മൈ സിസ്റ്റർ, അങ്ങനെ വേണമെങ്കിൽ പറയാം. സ്വന്തം ഒരു ചേച്ചീനെ പോലെ തന്നെയാണ്. അതിനൊക്കെ ഉപരി എൻ്റെ ഒരു ഭയങ്കര റോൾ മോഡലാണ്. സീരിയസ്ലി ഭയങ്കര സെൽഫ് ഇൻഡിപെൻഡൻ്റ്, ഫിനാൻഷ്യലി എല്ലാം കൊണ്ടും കൂടെ കുറേ സ്ട്രഗിൾ ചെയ്ത് ഇപ്പോൾ ഭയങ്കര സക്സസ്ഫുൾ ആയി. എൻ്റെ കണ്ണിൽ ഒരു സക്സസ്ഫുൾ വുമണാണ് കൂടെ. കുറേ കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഫോർമാലിറ്റി കൂടെ ഞങ്ങൾക്ക് ചെയ്തു തന്നുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. എന്താ പറയുക, കൂടെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, ഇപ്പോൾ ചെയ്യുന്നുണ്ട്. സോ എനിക്കൊരു അപ്രീസിയേഷൻ കൊടുക്കണം എന്ന് തോന്നി ഇപ്പം എന്നെ കൊണ്ട് ആ ഒരു ഇതിൽ വന്നപ്പോൾ. ഐ എം സോ ഹാപ്പി ടുഡേ. ഞാൻ ഒരിക്കലും മറക്കില്ല ഈ ദിവസം. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടവും കൂടാണ്. ഇത് ഒരു വലിയ കാര്യമാണോ ചെറിയ കാര്യമാണോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ഐ ലവ് ഹർ എ ലോട്ട്. ഐ ലവ് യു കൂടോ. ഐ ലവ് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആണ് കൂടോ. കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബോൾഡ്, ഭയങ്കര സ്ട്രോങ്, എന്താ പറയുക, എല്ലാമാണ് എൻ്റെ കണ്ണിൽ.